മരതകവർണം കൊണ്ടുമെനഞ്ഞൊരു ഹരിതലോകമെനിക്കു തരൂ. മരതകവർണം കൊണ്ടുമെനഞ്ഞൊരു ഹരിതലോകമെനിക്കു തരൂ. ആദിമനുഷ്യൻ പിറന്നു വീണൊരു വസന്തഗേഹമെനിക്കു തരൂ. വസന്തഗേഹമെനിക്കു തരൂ. ആദിമനുഷ്യൻ പിറന്നു വീണൊരു വസന്തഗേഹമെനിക്കു തരൂ. വസന്തഗേഹമെനിക്കു തരൂ. മരമുത്തശ്ശൻ പോറ്റി വളർത്തും കിളികുലമെന്റെ കുലം. മരമുത്തശ്ശൻ പോറ്റി വളർത്തും കിളികുലമെന്റെ കുലം. മഴമുത്തശ്ശി നനയും മഴവിൽ നിറമാണെന്റെ നിറം. തുമ്പി തുളച്ചൊരു കാട്ടുമുളം തണ്ടെന്റെ സ്വരം പാടുന്നു. എന്റെ സ്വരം പാടുന്നു. മരതകവർണം കൊണ്ടുമെനഞ്ഞൊരു ഹരിതലോകമെനിക്കു തരൂ. ആദിമനുഷ്യൻ പിറന്നു വീണൊരു വസന്തഗേഹമെനിക്കു തരൂ. വസന്തഗേഹമെനിക്കു തരൂ. വീട്ടുവളപ്പിലെ കാർഷിക വിജയശ്രീ. ഭക്ഷ്യ സ്വയം പര്യാപ്തത, തരക്കേടില്ലാത്ത വരുമാനം. ഏതൊരു കുടുംബിനിയുടെയും ജീവിതാഭിലാഷം അതുതന്നെയാവണം. വീടുൾപ്പെട്ട 15 സെന്റ് പുരയിടത്തിൽ ഈ സ്വപ്നം സഫലമാക്കി വിജയശ്രീ ലാളിതയായി കഴിയുന്ന ഒരു കുടുംബിനിയാകട്ടെ ഇന്ന് നൂറുമേനിയുടെ അതിഥി. തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് കുമാരപുരം കാവുവിള ലളിത നിവാസിലെ ജയശ്രീയുടെ ഭവനം. മുട്ടക്കോഴി വളർത്തൽ, കാടക്കോഴി വളർത്തൽ, പച്ചക്കറി കൃഷി, ഔഷധച്ചെടികൾ, പൂച്ചെടികൾ എല്ലാം ഉണ്ടിവിടെ. രണ്ടായിരത്തി 11-12 മൃഗസംരക്ഷണ വകുപ്പിന്റെ കുടപ്പനക്കുന്ന് ഫാമിൽ നിന്നും ലഭിച്ച 1200 കോഴിക്കുഞ്ഞുങ്ങളുമായിട്ടായിരുന്നു ജയശ്രീ തുടക്കം കുറിച്ചത്. 1200 കോഴികളുള്ള 3 മുട്ടക്കോഴി ബാച്ചുകളെ പ്രതിവർഷം ഇവിടെ വളർത്തി വിൽപ്പന നടത്തുന്നുണ്ട്. ഒരു ദിവസം പ്രായമുള്ളതുമായ കോഴികളെ പ്രതിരോധ കുത്തിവയ്പ് നടത്തി തിരുവനന്തപുരം കുടപ്പനക്കുന്ന് പൗൾട്രി ഫാമിൽ നിന്നും ഇവിടെ എത്തിച്ചു കൊടുക്കുന്നു. കോഴിക്കുഞ്ഞുങ്ങൾക്കുള്ള വാക്സിനേഷൻ ജയശ്രീ തന്നെയാണ് ചെയ്യുന്നത്. അഞ്ച് മുതൽ 7 വരെ ദിവസങ്ങളിലും 14, 21, 41 ദിവസങ്ങളിലും കോഴികൾക്ക് കോഴി വസന്ത തുടങ്ങിയ രോഗങ്ങൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പ് നടത്തും. 45 ദിവസം പ്രായമായി കഴിയുമ്പോൾ കോഴികൾ വിൽപ്പനയ്ക്ക് തയ്യാറാകും. ഒരു കോഴിക്ക് 90 രൂപ വിലയ്ക്കാണ് ഇപ്പോൾ വിൽക്കുന്നത്. കുഞ്ഞുങ്ങളിൽ പൂവൻ കോഴികളെ വേർതിരിച്ച് പ്രത്യേകം വളർത്തി ഇറച്ചിക്കായി വിൽക്കുന്നു. ആയിരം കാടകളെയും ഇവിടെ പ്രതിവർഷം വളർത്തുന്നുണ്ട്.
ദിവസം പ്രതി 25 കിലോ തീറ്റ വേണ്ടിവരും. പ്രാദേശിക കമ്പോളങ്ങളിൽ നിന്നാണ് തീറ്റ വാങ്ങുന്നത്. ഒരു വർഷക്കാലത്തോളം കാടയിൽ നിന്നും മുട്ട ലഭിക്കും. ഒരു മുട്ടയ്ക്ക് 2.5 രൂപ വില. മുട്ടകൾ ചെറിയ പാക്കുകളിലാക്കി വിൽപ്പനയ്ക്ക് തയ്യാറാക്കുന്നതും ജയശ്രീ തന്നെയാണ്. മുട്ടയിടയിൽ കാലം കഴിഞ്ഞാൽ കാടക്കോഴികളെ ഡ്രസ് ചെയ്ത് മസാല പുരട്ടി കടകളിൽ വിൽക്കുന്നു. ഒന്നിന് 75 രൂപ. ജയശ്രീയെ പരിചയപ്പെടാം. കൊടപ്പനക്കുന്ന് ഫാമിൽ നിന്നും കോഴിക്കുഞ്ഞുങ്ങളെ എനിക്ക് കിട്ടുന്നു. 1200 കോഴിക്കുഞ്ഞുങ്ങളെ കിട്ടും. ഇവിടെ വരുന്ന കർഷകർക്ക് വേണ്ടി 90 രൂപയ്ക്കാണ് ഞാനത് കൊടുക്കുന്നത്. 1000 കാട എനിക്കുണ്ട്. അതിൻ്റെ മുട്ട സെയിൽസ് ചെയ്യുന്നു. ഓരോ കടകളിലും കൊണ്ടു കൊടുക്കുന്നുണ്ട്. പിന്നെ പാക്കറ്റിലാക്കി 10 എണ്ണം ഒരു പാക്കറ്റിലാക്കി 25 രൂപയ്ക്ക് കൊടുക്കുന്നു. ഒരു ദിവസം 800-850 മുട്ട വരെ കിട്ടും. 1000 കാടയ്ക്ക് 25 കിലോ തീറ്റയാണ് ഞാൻ കൊടുക്കുന്നത്. ചാല മാർക്കറ്റിൽ നിന്നാണ് ഞാൻ അതിൻ്റെ തീറ്റ എടുക്കുന്നത്. ഇതിൻ്റെ മുട്ട ഉൽപ്പാദനം കഴിഞ്ഞതിന് ശേഷം അത് ഡ്രസ്സ് ചെയ്ത് അതിൻ്റെ ഇറച്ചി മസാല പുരട്ടി വിൽക്കും. ഒരെണ്ണത്തിന് 75 രൂപ വെച്ച്. മാർക്കറ്റിങ്ങിന് ബുദ്ധിമുട്ടില്ല. കൊടപ്പനക്കുന്ന് മൃഗസംരക്ഷണ വകുപ്പ് അവർ കുറച്ച് ആൾക്കാരെ പറഞ്ഞു വിടും. അതിനകത്തുള്ളത് എനിക്ക് പോകുന്നുണ്ട്. ലാഭകരമായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. 15 സെന്റ് പുരയിടത്തിൽ 3 സെന്റ് വലിപ്പത്തിലാണ് കോഴിക്കൂട്. യഥാർത്ഥത്തിൽ കാലുകുത്താനിടം ഈ വീട്ടുപരിസരത്തില്ല എന്ന് പറഞ്ഞാൽ അതൊരു അതിശയോക്തിയല്ല. നഗരപ്രദേശത്തെ വീടുകളിൽ പരമാവധി കാർഷിക ഉൽപ്പാദനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന കരമന ക്രോപ്പിംഗ് സിസ്റ്റം റിസർച്ച് സെന്റർ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ജേക്കബ് ജോണിന്റെ വാക്കുകൾ ശ്രദ്ധിക്കാം. കാർഷിക സർവകലാശാലയുടെ നേതൃത്വത്തിൽ പുരയിട തോട്ടങ്ങളുടെ വികസനം ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രധാനപ്പെട്ട പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ജയശ്രീയുടെ ഈ ഒരു വീട് നമ്മൾ തിരഞ്ഞെടുത്തത്. ഇത് തിരഞ്ഞെടുക്കാനുള്ള പ്രധാന മാനദണ്ഡം എന്ന് വെച്ചാൽ ജയശ്രീയുടെ കൃഷിയോടുള്ള താല്പര്യവും അതോടൊപ്പം തന്നെ സാങ്കേതികമായിട്ടുള്ള ചില ഇടപെടലുകൾ ഇവിടെ വരുത്താൻ സാധ്യതയുണ്ട്. ഇതിനെയാണെങ്കിൽ ഒരു മാതൃക പുരയിട തോട്ടമായിട്ട് നമുക്ക് വികസിച്ച് കൊണ്ടുവരാൻ പറ്റും. മാത്രമല്ല പട്ടണ പ്രദേശങ്ങളിലാണെങ്കിൽ ബാക്കിയുള്ളവർക്കും കൂടെ അനുവർത്തിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു മാതൃകയായിട്ട് ഇതിനെ മാറ്റാൻ നമുക്ക് കഴിയുമെന്നുള്ളൊരു ഉറപ്പോടുകൂടിയാണ് നമ്മൾ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ വീട് തിരഞ്ഞെടുത്തത്. ഈ വീട്ടിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന പ്രധാന ഇടപെടലുകൾ കഴിയുന്നത്രയും സ്ഥലം നമ്മളാണെങ്കിൽ ഉപയോഗിക്കുക കൃഷിക്ക് വേണ്ടി. അതുകൊണ്ട് തന്നെ ഇതിനെയാണെങ്കിൽ വളരെ തീവ്രമായിട്ട് നമ്മുടെ കൃഷി ചെയ്യുന്ന വിളകളുടെ സാന്ദ്രത വളരെയധികം നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റി. നമ്മുടെ ചുരുങ്ങിയ സ്ഥലം കൊണ്ട് തന്നെ കൂടുതൽ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ട്രക്ചറാണ് ഇത്. നമ്മുടെ കേരള കാർഷിക സർവകലാശാലയുടെ നേതൃത്വത്തിൽ കരമന സ്ഥിതി ചെയ്തിരിക്കുന്ന ക്രോപ്പിംഗ് സിസ്റ്റംസ് റിസർച്ച് സെൻറ്ററിലാണ് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഈ സ്ട്രക്ചറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1 മീറ്റർ സ്ക്വയറിൽ നിന്ന് തന്നെ ഏകദേശം 23ഓളം ചട്ടികൾ നമുക്കാണെങ്കിൽ ഒറ്റ സ്ഥലത്ത് ഈ സ്ട്രക്ചറിൽ വെക്കാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം ഇതിന് മഴമറയുണ്ട്. മഴ വരുന്ന സമയത്താണെങ്കിൽ നന്നായിട്ട് കൃഷി ചെയ്യാനായിട്ടും വിളകൾ എടുക്കാനായിട്ടും അത് സഹായിക്കും. വേനൽക്കാലം വരുമ്പോഴത്തേക്കും ഈ മഴമറ നമുക്ക് നീക്കം ചെയ്യാവുന്നതാണ്. ഇതുപോലത്തെ ഒരു സ്ട്രക്ചർ വികസിപ്പിച്ചെടുക്കാനായിട്ട് ഏകദേശം 4500 രൂപയോളം ആണെങ്കിൽ ചിലവ് വരും. ഇതേപോലത്തെ പല പല സ്ട്രക്ചേഴ്സും പിന്നെ മാത്രമല്ല ഒരു പുതിയ കൺസെപ്റ്റ് നമ്മൾ ഈ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് യു-പിക് ഫാംസ്. അന്യ ദേശങ്ങളിലൊക്കെ കാണുന്ന ഡ്രൈവിൻ പോലെ കയറി വണ്ടിയുമായിട്ടാണ് ഈ അകത്ത് വന്ന് നിൽക്കുന്ന ചെടികളിൽ നിന്ന് പറിച്ചെടുത്ത് ഗാർഡൻ ഫ്രഷ് ആയിട്ടുള്ള ക്രോപ്സ് ആണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അതും ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെയുള്ള പല സംരംഭങ്ങൾ തമ്മിൽ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു മാതൃകയാണ് നമ്മൾ എല്ലാവരുടെയും മുമ്പിൽ വയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. കാടയിൽ നിന്നുള്ള അതിൻ്റെ കാഷ്ടം വളമായിട്ടാണ് ഈ വിളകൾക്ക് വേണ്ടി വരുന്നു. ആ ഒരു രീതിയിലുള്ള സംയോജനം കൂടെ ആണെങ്കിൽ ഇതിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ഉള്ളതെന്ത് എന്ന് അന്വേഷിക്കുന്നതിന് പകരം ഇല്ലാത്തതെന്ത് എന്ന് അന്വേഷിക്കുന്നതാണ് ഉചിതം. ഒരു വീട്ടാവശ്യത്തിന് ഉപയോഗപ്രദമാകും വിധം സമ്മിശ്ര കൃഷിയാണ് ജയശ്രീ ഇവിടെ അവലംബിച്ചിരിക്കുന്നത്. അത്യാവശ്യം തേങ്ങയ്ക്ക് 7 തെങ്ങുകൾ ഈ പറമ്പിലുണ്ട്. പിന്നെ റെഡ് ലേഡി പപ്പായ, അകത്തിച്ചീര, ശീമനെല്ലി, പ്ലാവ്, ലൗലോലി, ലക്ഷ്മി തരു, കറിവേപ്പില, പേര, മാതളം, മഞ്ഞൾ. ഗ്രോ ബാഗിൽ
മുളക്, കത്തിരി, വഴുതന, വെണ്ട എന്നിങ്ങനെ പോകുന്നു പച്ചക്കറി ഇനങ്ങൾ. മുരിങ്ങയും വിവിധയിനം ചീരകളും ഇവിടെയുണ്ട്. പപ്പായയുടെ ഇലയെ ഓർമ്മിപ്പിക്കുന്ന മരുത്വ ചീരയില മുട്ട ചേർത്ത് തോരനുണ്ടാക്കാം. പിന്നെ മധുരച്ചീര, പൊന്നാങ്കണ്ണി ചീര, ബസവ ചീര, മണിത്തക്കാളി ഒക്കെ തന്നെ പരിപ്പോ ഉള്ളിയോ ചേർത്ത് രുചികരമായ തോരനാക്കാം. മരുത്വാച്ചീര, അകത്തിച്ചീര, പപ്പായയില എന്നിവ കൊത്തിയരിഞ്ഞ് കോഴിക്ക് തീറ്റയായും നൽകാറുണ്ട്. മരച്ചീനിയും ഇവിടെ ഗ്രോ ബാഗിലാണ് നട്ടിരിക്കുന്നത്. ഇതിനെല്ലാം പുറമെ ചില ഔഷധച്ചെടികളെയും ഗ്രോ ബാഗുകളിലും ചട്ടികളിലുമായി ഇവിടെ നട്ടിട്ടുണ്ട്. പഴുതാരയെ ഓർമ്മിപ്പിക്കുന്ന പഴുതാരച്ചെടി, മീശത്തുളസി, കിരിയാത്ത്, വയമ്പ്, നീലാമരി ഇങ്ങനെ പോകുന്നു ഔഷധച്ചെടികളുടെ നിര. പഴുതാരച്ചെടിയുടെയും മീശത്തുളസി ചെടിയുടെയും ഇല ഉപ്പും മഞ്ഞളും ചേർത്ത് അരച്ചു പുരട്ടിയാൽ പഴുതാര വിഷത്തിനും ചിലന്തി വിഷത്തിനും ഫലപ്രദമാണെന്നാണ് ജയശ്രീ പറയുന്നത്. ഒരിക്കൽ ജയശ്രീക്കൊരു അബദ്ധം പറ്റിയത്രേ. പാഴ്മരമെന്ന് കരുതി ഒരു മരത്തെ പകുതി വെച്ച് മുറിച്ചു മാറ്റി. ഭാഗ്യത്തിന് അവിടെ എത്തിയ കൃഷി ഉദ്യോഗസ്ഥർ അത് കറുകയാണെന്ന് പറയുകയും അതിൻ്റെ ഉപയോഗത്തെപ്പറ്റി പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. ഫലമോ? ജയശ്രീയുടെ വാക്കുകൾ ശ്രദ്ധിക്കാം. എനിക്ക് കറുവപ്പട്ടയുടെ ഒരു മരമുണ്ട്. ഒരു ദിവസം ഞാൻ അത് മുറിച്ചുകൊണ്ടിരുന്നപ്പോൾ ജോമി മാഡം വന്നു. അത് കണ്ടിട്ട് പറഞ്ഞു അത് കറുവപ്പട്ടയാണ്, അത് നമുക്ക് സംസ്കരിക്കാം, അത് നല്ല വിലയുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ അപ്പുറത്തെ വിളയിൽ കൊണ്ടിട്ട് അപ്പോഴാണ് മാഡം വന്ന് അത് കണ്ടിട്ട് അതിനെ എടുത്തിട്ട് സംസ്കരണ രീതി പറഞ്ഞു തന്നത്. അത് ഓരോ കമ്പ് എടുത്തിട്ട് അത് മരിച്ചിനിയുടെ തൊലി പൊളിക്കും പോലെ പൊളിച്ചിട്ട് അത് ഒരു പട്ടയുടെ അകത്ത് ഇനി ഒരു പട്ടയും കൂടെ വച്ച് നിഴലിലിട്ട് ഉണക്കി അങ്ങനെയാണ് സംസ്കരിച്ചത്. ഞാൻ അത് കൊടുത്തപ്പോൾ 1 കിലോ 450 രൂപ വെച്ച് കിട്ടി. 10 കിലോ ഉണ്ടായിരുന്നു. കൃഷി വകുപ്പിൻ്റെയും മൃഗസംരക്ഷണ വകുപ്പിൻ്റെയും എല്ലാവിധ സഹകരണങ്ങളും ജയശ്രീക്ക് ലഭിക്കുന്നുണ്ട്. ജയശ്രീയുടെ ഈ സംരംഭത്തെ കൃഷി ഓഫീസർ ഡോക്ടർ ജോമി ജേക്കബ് പരിചയപ്പെടുത്തുന്നു. റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ മുഖേനയാണ് ഞാൻ ജയശ്രീയെ പരിചയപ്പെടുന്നത്. അതിനുശേഷം കൃഷിവകുപ്പിൻ്റെ പല പദ്ധതികളിലൂടെയും ജയശ്രീയെ സഹായിക്കാൻ എനിക്ക് പറ്റി. ജയശ്രീ വളരെ കഴിവുള്ളൊരു കുട്ടിയാണ്. പച്ചക്കറി കൃഷിയിലും കൂൺ കൃഷിയിലും പുഷ്പകൃഷിയിലും ഒക്കെ വിവിധ പദ്ധതികളിലൂടെ അതിൻ്റെ ഒരു ഗുണഭോക്താവായി മാറ്റാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഇപ്പോൾ ഉൽപ്പാദനം മുതൽ വിപണനം വരെയുള്ള കാര്യങ്ങളിൽ ജയശ്രീക്ക് വേണ്ടുന്ന ഒരു സൗകര്യം ചെയ്തു കൊടുക്കാൻ കൃഷിവകുപ്പിൻ്റെ പല പദ്ധതികളിലൂടെ ഞങ്ങൾ സഹായിക്കുന്നുണ്ട്. ഇതിനേക്കാൾ ഉപരി ഒരു കെയർ ആൻഡ് ഷെയർ ഗ്രൂപ്പ്, ഒരു ഫാർമേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിലെ ഒരു അംഗമായി ജയശ്രീയുടെ എല്ലാ കാര്യങ്ങളിലും ഒരു പ്രോത്സാഹനം കൊടുക്കാൻ ഞങ്ങളുടെ ഈ ഗ്രൂപ്പ് അംഗങ്ങൾ മുഖേന കഴിയുന്നു. പിന്നെ ജയശ്രീക്ക് ഇവിടുന്ന് തന്നെ അത് വിപണനം ചെയ്യത്തക്കോണമുള്ള ഒരു രീതിയിലേക്ക് ജയശ്രീ ഉയർന്നു വന്നു. കാടമുട്ട വിപണനം ചെയ്യുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു. പക്ഷേ അതിനകത്ത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു സഹായം ആനേറ വേൾഡ് മാർക്കറ്റിലൂടെ അതിൻ്റെ വിപണനം നടത്താനുള്ള ഒരു സൗകര്യം ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. സിറ്റി ക്ലസ്റ്റർ മുഖേന രജിസ്റ്റർ ചെയ്ത് അതിലൂടെ വിപണനം ചെയ്യാനായിട്ടുള്ളൊരു സൗകര്യം കൃഷി വകുപ്പിലൂടെ ഞങ്ങൾ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെ വരുന്ന ഫാർമേഴ്സ് മുഖേനയും ജയശ്രീക്ക് അത് വിപണനം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ നടത്തുന്ന കൃഷികൾക്ക് പുറമെ ഇവയുടെ പ്രോസസ്സിംഗ് കൂടെ, അതായത് പിക്കിൾ നിർമ്മാണം, അച്ചാർ ഉൽപ്പാദനം, അത് ഓർഡർ അനുസരിച്ച് ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതുകൂടെ സ്ക്വാഷ്, വിവിധ ഉൽപ്പന്നങ്ങൾ അതിൻ്റെ പ്രോസസ്സിംഗ് ഉൾപ്പെടെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ കറുകപ്പട്ട, ജയശ്രീയുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു കറുകപ്പട്ട മരം ഉണ്ടായിരുന്നു. അതിനകത്ത് ആ കറുകപ്പട്ട എങ്ങനെയാണത് നമ്മൾക്ക് വിപണനം ചെയ്യുന്ന രീതിയിലേക്ക് ആക്കേണ്ടതെന്നുള്ളൊരു ടെക്നിക്കൽ സാങ്കേതിക വിദ്യ പറഞ്ഞു കൊടുത്ത് ആ രീതിയിൽ ജയശ്രീക്ക് അത് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള സാങ്കേതിക വിദ്യകൾ ഞങ്ങളുടെ